ഇന്ത്യയുടെ ചരക്ക് സേവന നികുതിയാണ് GST പുറത്തിറങ്ങിയപ്പോൾ അതിനെ ഗോ സേവ ടാക്സ് എന്നൊക്കെ വിളിച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആക്ഷേപിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എല്ലാ രാജ്യങ്ങളിലും GST ഉണ്ട് എന്നുള്ളതാണ്. താരതമ്യേന ഇന്ത്യയിലാണ് GST കുറവായിട്ടുള്ളത്. ഈ GST ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ നമ്മുടെ രാജ്യത്ത് കൂടിയിരിക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യത്തെ പതിറ്റാണ്ടുകൾ ഇത് പിന്നോട്ടടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ GST ഇപ്പോൾ നിലവിൽ വന്നതോടുകൂടി ടാക്സ് വെട്ടിപ്പ് കുറഞ്ഞു. ടാക്സ് കൃത്യമായി അടച്ചു പോയാലേ പറ്റത്തുള്ളൂ. നേരത്തെ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരും ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരും രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഈ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സർക്കാർ അത് കാര്യമാക്കിയിരുന്നില്ല. വെട്ടിക്കുന്നവർ വെട്ടിച്ചുകൊണ്ടേയിരുന്നു. ആ കൂട്ടത്തിൽ സർക്കാരിനും വെട്ടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം വലിയ രീതിയിലുള്ള അഴിമതികളൊക്കെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ GST അഥവാ ചരക്ക് സേവന നികുതി സമ്പ്രദായം 5 വർഷത്തിനുള്ളിൽ നികുതി പിരിവ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 2020-21 11.37 ലക്ഷം കോടി രൂപയായിരുന്ന GST പിരിവ് വെറും 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി 22.08 ലക്ഷം കോടി രൂപയിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 9.4% വർധനവാണ് ഈ ശേഖരത്തിൽ ഉണ്ടായതെന്ന് ഇത് കാണുന്നു. അങ്ങനെ 2024-25 ശരാശരി പ്രതിമാസ GST പിരിവ് 1.84 ലക്ഷം കോടി രൂപയായി മാറി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ശരാശരി പ്രതിമാസ GST പിരിവ് 1.68 ലക്ഷം കോടി രൂപയായിരുന്നു. മുൻ വർഷം ഇത് 1.51 ലക്ഷം കോടി രൂപയായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിക്കുന്നുണ്ട്. 2017 ജൂലൈ 1 ആരംഭിച്ച GST ശേഖരണം 2025 ജൂൺ 30 8 വർഷം പൂർത്തിയായി. ജൂലൈ 1 9ാം വർഷത്തിലേക്ക് കടക്കും. കൂടാതെ GST നികുതി സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1.52 കോടി വ്യാപാരികൾ അതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. GST ആരംഭിച്ചപ്പോൾ ഈ സംഖ്യ വെറും 65 ലക്ഷം മാത്രമായിരുന്നു. GST നടപ്പിലാക്കിയത് കേന്ദ്രത്തിൻ്റെ വരുമാനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായിട്ടുണ്ട്. കൂടാതെ നികുതി അടിത്തറയും വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുകയും പരോക്ഷ നികുതി സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമവും സുതാര്യമാക്കുകയും ചെയ്തുവെന്ന് GST 8 വർഷം പൂർത്തിയാക്കുന്നതിനെ തുടർന്ന് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇപ്പോൾ പറയുന്നുണ്ട്. കൂടാതെ 2023-24 GST പിരിവ് 20.18 ലക്ഷം കോടി രൂപയും മുൻ സാമ്പത്തിക വർഷത്തിൽ അത് 18.08 ലക്ഷം കോടി രൂപയുമായിരുന്നു. നേരത്തെ 2021-22 GST പിരിവ് 11 ലക്ഷം കോടി രൂപയും ശരാശരി പ്രതിമാസ പിരിവ് 95,000 കോടി രൂപകളുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.